Question. Obtain the standard deviation of first 10 natural numbers. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളടുത്ത് n വേരിയബിൾസ് ഉണ്ട് വിചാരിക്കുക. x1 n വാല്യൂസ് x1 x2 എക്സെട്ര അപ് ടു xn. n വാല്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതേ ഫോർമുല ഉപയോഗിക്കും. അതായത് സമ്മേഷൻ xi സ്ക്വയർ i ഇസ് ഈക്വൽ ടു 1 to n ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഈ ഫോർമുല, ഈ രണ്ട് ഫോർമുലകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. രണ്ടും സെയിം ഫോർമുല തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സൈകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3 അപ് ടു n. ഈ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് എക്സ് ബാർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് മീൻ എക്സ് ബാർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ നമുക്ക് സമ്മേഷൻ xi സ്ക്വയർ ബൈ n, ഈ രണ്ട് ടേമുകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മീൻ ആണ് കാണാൻ പോകുന്നത്. മീൻ എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi ഡിവൈഡഡ് ബൈ n. അതായത് നമ്മൾ എക്സൈകളെയൊക്കെ ആഡ് ചെയ്ത് n കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ എക്സൈകൾ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഇവരെ ആഡ് ചെയ്യുക. എന്നിട്ട് n കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. ദറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. പിന്നെ ഇതിന് ഹോൾ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. 1 ബൈ n മാറ്റി വയ്ക്കാം. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എന്നിനെയാണ് നമ്മൾ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എഴുതിയത്. ഈ 1 ബൈ എന്നിനെ നമ്മൾ മാറ്റി വെച്ചു അല്ലേ. അപ്പോൾ ഈ എന്നും ഇവിടെയുള്ള എന്നും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് n പ്ലസ് 1 ബൈ 2 ആണ്. ഇതാണ് മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സമ്മേഷൻ xi സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് ചെയ്യുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ എക്സൈകൾ എന്ന് പറഞ്ഞാൽ 1 2 3 അപ് ടു n ആണ്. അപ്പോൾ അവരുടെ സ്ക്വയറുകളുടെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എക്സെട്ര പ്ലസ് n സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു, ഈ 1 ബൈ n ഞാൻ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അതിനുള്ള എക്സ്പ്രഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് വരുന്നത് n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് സമ്മേഷൻ xi സ്ക്വയർ ബൈ n എന്ന് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല റൂട്ട് ഓഫ് സമ്മേഷൻ xi സ്ക്വയർ ഡിവൈഡഡ് ബൈ n i ഇസ് ഈക്വൽ ടു 1 to n മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ xi സ്ക്വയർ ബൈ n എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ നമുക്ക് കിട്ടിയത് n പ്ലസ് 1 ബൈ 2 ആണ്. അതിൻ്റെ സ്ക്വയർ, എക്സ് ബാറിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ആവശ്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാക്കറ്റ് മാറ്റി നമ്മൾ ഇതുമാതിരി ഇവിടെ സ്ക്വയർ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ n ഇൻറ്റു 2n ദറ്റ് ഈസ് 2n സ്ക്വയർ n ഇൻറ്റു 1 പ്ലസ് n പ്ലസ് 1 ഇൻറ്റു 2n ഇറ്റ് ഈസ് 2n പ്ലസ് 1 ഇൻറ്റു 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 മൈനസ്, പിന്നെ നമുക്കുള്ളത് n പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ സ്ക്വയർ ചെയ്യണം. അപ്പം n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2നും സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പം 4 എന്ന് വരും. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ n പ്ലസ് 2n ഉണ്ട്.
അപ്പോൾ അവിടെ 3n എന്ന് നമുക്ക് എടുക്കണം. ഇതിനെ നമുക്ക് 3n ആയിട്ട് എടുക്കാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 2n സ്ക്വയർ, അതിനെ 4 കൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 8n സ്ക്വയർ എന്ന് വരും. ഇവിടെ n പ്ലസ് 2n 3n ആണുള്ളത്. 3n ഇൻറ്റു 4 എന്ന് പറയുമ്പം പ്ലസ് 12n പ്ലസ് 1 ഇൻറ്റു 4 ദറ്റ് ഈസ് 4 മൈനസ്, ഇവിടെ എല്ലാവർക്കും ഈ പുറത്തുനിന്നുള്ള മൈനസ് ബാധകമാണ്. എന്നിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6n സ്ക്വയർ മൈനസ് 12n മൈനസ് 6 എന്ന് വരും. അതായത് 6ഉം ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 ദറ്റ് ഈസ് 24 എന്ന് വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇവിടെ പ്ലസ് 2nഉം മൈനസ് 2nഉം ക്യാൻസൽ ആയിപ്പോയി. 8n സ്ക്വയർ മൈനസ് 6n സ്ക്വയർ ദറ്റ് ഈസ് 2n സ്ക്വയർ. പിന്നെ പ്ലസ് 4ഉം മൈനസ് 6ഉം മൈനസ് 2 എന്ന് വരുന്നു ഡിവൈഡഡ് ബൈ 24. ഇതിലൊരു 2 കോമൺ ഫാക്ടർ ആണ് അല്ലേ. അപ്പോൾ 2നെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The mean and standard deviation of a variable x are m and s respectively. Obtain the mean and standard deviation of y where y is equal to ax plus b. അപ്പോൾ എക്സ് വാല്യൂകളുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ ax പ്ലസ് ബി ആണ്. അവരുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസിനെ നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ xiകളുടെ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് സമ്മേഷൻ i is equal to 1 to n xi divided by n ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു, അത് m ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ബാർ എന്ത് തന്നിട്ടുണ്ട്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു m എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് വാല്യൂസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കതിന് സിഗ്മ എക്സ് എന്ന് കൊടുക്കും. അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ i is equal to 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. സിഗ്മ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് എസ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തന്നിരിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y എന്ന് പറയുന്ന വേരിയബിൾ y is equal to ax plus b ആണ്. അതായത് ഓരോ y വാല്യൂസും നമ്മൾ y വാല്യൂസിനെ y1 y2 എക്സെട്ര yn കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ y വാല്യൂസും ഓരോ yiനെ നമുക്ക് എങ്ങനെ എഴുതാം? axi പ്ലസ് ബി എന്ന് എഴുതാം. അതായത് y1 is equal to ax1 plus b ആയിരിക്കും, y2 is equal to ax2 plus b ആയിരിക്കും, അങ്ങനെ yn എന്ന് പറയുന്നത് axn plus b ആയിരിക്കും. അപ്പോൾ yiകളുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം yന്റെ മീൻ y ബാർ നോക്കാം. അപ്പോൾ y ബാർ എന്തായിരിക്കും? നമ്മൾ y വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് സമ്മേഷൻ i is equal to 1 to n yi ചെയ്തിട്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1 by n ഇൻറ്റു 1 by n ഞാൻ മാറ്റി വയ്ക്കുന്നു. സമ്മേഷൻ i is equal to 1 to n yi എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് axi പ്ലസ് ബി ആണ്. അപ്പോൾ axi പ്ലസ് ബി എന്ന് ഞാൻ എഴുതും അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1 by n ഇൻറ്റു സമ്മേഷൻ രണ്ട് ടേംസിനും കൊടുക്കുകയാണ്. അപ്പോൾ സമ്മേഷൻ i is equal to 1 to n axi പ്ലസ് സമ്മേഷൻ i is equal to 1 to n b എന്ന് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിൽ നോക്കുമ്പം സമ്മേഷൻ i is equal to 1 to n axi അല്ലേ. അപ്പോൾ സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു i ആണ്. a ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ aനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുത്തു വയ്ക്കാം. a ഇൻറ്റു സമ്മേഷൻ xi എന്ന് എഴുതാം. i is equal to 1 to n പ്ലസ് സമ്മേഷൻ b എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ n ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് nb എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. n ടൈംസ് b. ബീനെ ഇപ്പോൾ 2 പ്രാവശ്യം ആഡ് ചെയ്താൽ 2b എന്ന് കിട്ടും. 3 പ്രാവശ്യം ആഡ് ചെയ്താൽ 3b എന്ന് കിട്ടും. അതേമാതിരി n ടൈംസ് ആഡ് ചെയ്താൽ nb എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 1 by n ഇൻറ്റു അല്ലേ. അത് കൊടുക്കാം നമുക്കവിടെ a 1 by n ഇൻറ്റു a നമുക്ക് പുറത്ത് വയ്ക്കാം. a നമുക്ക് ഇവിടെ വയ്ക്കാം. a ഇൻറ്റു 1 by n സമ്മേഷൻ xi അല്ലെങ്കിൽ സമ്മേഷൻ xi by n എന്ന് എഴുതാം. പ്ലസ് nb ഡിവൈഡഡ് ബൈ n എന്ന് എഴുതുന്നു അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് സമ്മേഷൻ xi by n? Summation xi by n is equal to our x bar. This is equal to
ax bar plus nb by n, that is b, or this is equal to x bar m എന്ന് തന്നുകൊണ്ട് നമുക്ക് am plus b എന്ന് എഴുതാം. ഇതാണ് yi-കളുടെ അരിത്തമാറ്റിക് മീൻ. ഇനി നമുക്ക് yi-കളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് സിഗ്മ y എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് summation I is equal to 1 to n yi minus y bar the whole square divided by n എന്ന് എഴുതുന്നു. That is equal to root of summation I is equal to 1 to n yi എന്ന് പറഞ്ഞാൽ എന്താണ്? yi എന്ന് പറഞ്ഞാൽ axi plus b ആണ്. And what is y bar? Y bar is equal to ax bar plus b. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്നാണ് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ I is equal to 1 to n. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുകയാണ് axi പ്ലസ് ബി. ഇത് മൈനസ് രണ്ടു പേർക്കും ബാധകമാണ്. അപ്പം മൈനസ് ax ബാർ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് വരുന്നു. അപ്പോൾ പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആവും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് summation I is equal to 1 to n axi minus ax bar the whole square divided by n എന്നാണ് വരുന്നത്. or this is equal to square root of, ഇവിടുന്ന് നമുക്ക് a എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ എനെ ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ വരുന്ന ബ്രാക്കറ്റാണ് അല്ലേ. ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്നാണ് എനെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്ത് പുറത്തേക്ക് വരും? a സ്ക്വയർ പുറത്തേക്ക് വരും. a square into summation I is equal to 1 to n xi minus x bar whole square divided by n എന്നാണ് നമുക്ക് എഴുതുന്നത്. that is equal to, again നമ്മൾ ചെയ്യുന്നത് ഈ a സ്ക്വയറിനെ നമ്മൾ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം a എന്ന് പുറത്തേക്ക് വരുന്നു. a into root of summation I is equal to 1 to n xi minus x bar the whole square divided by n. That is equal to a into root of summation I is equal to 1 to n xi minus x bar whole square by n എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു, അത് നമ്മൾ s കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ a ഇൻറ്റു s എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y വരുന്നത്. Given the regression lines 9x minus 4y plus 15 is equal to 0 and 25x minus 6y minus 7 is equal to 0. Find the means of the variables. അപ്പോൾ ഇവിടെ രണ്ട് റിഗ്രഷൻ ലൈനുകളുടെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അവിടുന്ന് മീൻ ഓഫ് ദി വേരിയബിൾസ്, അതായത് എക്സ് ബാറും വൈ ബാറും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകളെയും നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്തിട്ട് നമുക്കൊരു എക്സിൻ്റെ വാല്യൂയും കിട്ടും, വൈൻ്റെ വാല്യൂയും കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളുടെ എക്സ് ബാർ, ഈ കിട്ടിയിരിക്കുന്ന വൈൻ്റെ വാല്യൂ ആയിരിക്കും നമ്മളെ വൈ ബാർ. അതായത് ഇതാണ് മീൻ ഓഫ് എക്സ്, അതായിരിക്കും മീൻ ഓഫ് വൈ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് റിഗ്രഷൻ ലൈനുകളുടെ ഇക്വേഷൻസ് എടുത്തിട്ട് എഴുതുകയാണ്. വൺ ഇസ് 9x മൈനസ് 4y പ്ലസ് 15 ഇസ് ഈക്വൽ ടു 0. മറ്റൊന്ന് 25x മൈനസ് 6y മൈനസ് 7 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ രണ്ട് ഇക്വേഷനുകൾ ഇവിടെ എഴുതി വെക്കുകയാണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് അല്ലേ. അപ്പം ഈ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും ഞാനിവിടെ 9x ഉണ്ട്, ഇവിടെ 25x ഉണ്ട്, ഇവിടെ 4y ഉണ്ട്, ഇവിടെ 6y ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻറ്റുകളെ തുല്യമാക്കാനാണ്. സോ ദാറ്റ് നമ്മൾ ഇവരെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന ടേം വൈൻ്റെ ടേം എലിമിനേറ്റ് ആയിപ്പോവും അല്ലേ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 1 into 6 ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 into 6 ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ 54x മൈനസ് 24y പ്ലസ് 90 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുത്തു. സെക്കൻഡ് ഇക്വേഷനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 100x മൈനസ് 24y ആണ് ഇവിടെ. അപ്പോൾ ഇതുമാതിരി ഇവിടെ 24y
minus 28 is equal to 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും നമ്മൾ -24y -24y എന്നുണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോഴാണ് ഈ 24y എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആയി പോകുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് 54x 100x1. 54x minus 100x is 46x minus 46x. Minus 24y minus of minus 24y is 0. അല്ലേ. പിന്നെ ഇവിടെ ഉള്ളത് plus 90 minus minus 28 ആണ് വരുന്നത്. That is plus 180. That is equal to 0 എന്നാണ് വരുന്നത്. Or നമുക്ക് എങ്ങനെ എഴുതാം? 46x is equal to 118. Or x is equal to 118 divided by 46 and the answer is 2.56. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 2.56 എന്ന് കിട്ടി. ഇനി അടുത്തത് എക്സിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് y കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2.56 എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. 9x ദറ്റ് ഈസ് 9 into 2.56 minus 4y plus 15 is equal to 0 എന്ന് എഴുതുന്നു. Or 9 into 2.56 ചെയ്യുമ്പോൾ 23.04 minus 4y plus 15 is equal to 0. അല്ലെങ്കിൽ 23.04ഉം 15ഉം ആഡ് ചെയ്യുമ്പം 38.04 minus 4y is equal to 0. Or 4y is equal to 38.04 or y is equal to 38.04 divided by 4 which is equal to 9.51. അപ്പോൾ y-ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ x എന്ന് പറയുന്നത് 2.56 ആണ്. ഈ കിട്ടിയിരിക്കുന്ന x ആണ് നമ്മളെ മീൻ ഓഫ് x, ദറ്റ് ഇസ് x ബാർ. ആൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന y 9.51 ആണ്. ദറ്റ് ഇസ് ദ മീൻ ഓഫ് y, ദറ്റ് ഇസ് y ബാർ, ദറ്റ് ഇസ് 9.5. അപ്പോൾ x ബാർ കിട്ടി 2.56, y ബാർ 9.5. അപ്പോൾ ഇങ്ങനെയാണ് റിഗ്രഷൻ ലൈൻസ് ഉപയോഗിച്ചിട്ട് മീനുകൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ് തന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നു. ക്ലാസ്സുകൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 and 60 to 70. ഫ്രീക്വൻസീസ് 6, 5, 8, 15, 7, 6 and 3. അപ്പം നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ MD(x bar) ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. MD(x bar) കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ എ കണ്ടിന്യൂസ് ഡാറ്റ ഈസ് സമ്മേഷൻ I is equal to 1 to n fi into modulus of xi minus x bar whole divided by capital A. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഫ്രീക്വൻസികളാണ് നമ്മൾ FIകൾ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്ലാസ്സുകളാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ XIകൾ കണ്ടുപിടിക്കണം. അപ്പോൾ XIകളായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മിഡ് വാല്യൂസ് ഓഫ് ദി ക്ലാസ്സസ് ആണ്. ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസിനെയാണ് നമ്മൾ XI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം 0 to 10 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 0 plus 10/2, ദറ്റ് ഈസ് 5. 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 10 plus 20, 30, 30/2 അല്ലേ. അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂ നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇവിടെ 25 കിട്ടുന്നു, 35, 45, 55 ആൻഡ് 65 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ് വരുന്നത്. ആൻഡ് ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 50 ആണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് വരുന്നത് 50 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ നമുക്ക് x ബാർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ x ബാർ കണ്ടുപിടിക്കുക? x ബാർ ഇസ് ഈക്വൽ ടു, ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ x ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ I ഇസ് ഈക്വൽ ടു 1 to n xi fi ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ x ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് xi ഇൻറ്റു fi എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണം. അപ്പോൾ ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ് ഇവിടെ 30, 75,
200, പിന്നെ വരുന്നത് 525, 315, 330, 195. xi ഇൻറ്റു fi ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോൾ അതാണ് കിട്ടുന്നത്. അപ്പോൾ സമ്മ് ചെയ്യുമ്പോൾ സമ്മേഷൻ xi fi ഇവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1670. അപ്പോൾ therefore x bar is equal to summation xi fi, that is 1670 divided by capital N, which is 50, that is equal to 33.4. അപ്പോൾ x bar നമുക്ക് കിട്ടിയിരിക്കുന്നത് 33.4 ആണ്. അപ്പോൾ x bar കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എല്ലാ xiകളിൽ നിന്നും നമ്മൾ x ബാറിനെ മൈനസ് ചെയ്യണം. അതായത് ഈ വാല്യൂസ് എല്ലാ xis ഉണ്ടല്ലോ അതിനെല്ലാം തന്നെ നമ്മൾ 33.4നെ മൈനസ് ചെയ്യണം. അവരുടെ മോഡുലസ് ആണ് നമുക്ക് ആവശ്യം. അവരുടെ സൈന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ എന്ന് പറഞ്ഞ കോളം, അതായത് എല്ലാ xiകളിൽ നിന്നും ഞാൻ 33.4നെ മൈനസ് ചെയ്യാം. അപ്പോൾ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 5 മൈനസ് 33.4, ദറ്റ് ഈസ് മൈനസ് 28.4 ആണ്. മോഡുലസ് ഉള്ളതുകൊണ്ട് 28.4. അടുത്തത് 15 മൈനസ് 33.4, ദറ്റ് ഈസ് 18.4. 25 മൈനസ് 33.4 ആണ് വരുന്നത്, ദറ്റ് ഈസ് 8.4. അടുത്തത് 35 മൈനസ് 33.4, that is 1.6. അടുത്തത് ഇതുമാതിരി 11.6, then 21.6 and 31.6. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ ആണ്. നമ്മുടെ ഫോർമുലയിൽ നമുക്ക് വേണ്ടത് fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ, അതായത് എല്ലാ മോഡുലസ് ഓഫ് xi മൈനസ് x ബാറിനെയും fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ എന്നുള്ള കോളം എഴുതണം. 6 ഇൻറ്റു 28.4, 5 ഇൻറ്റു 18.4 അങ്ങനത്തെ കോളംസാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് വരുന്നത് 170.4, 92, 67.2, 24, 81.2, 129.6 and 94.8. ഇവരുടെ സം എടുക്കുമ്പോൾ സമ്മേഷൻ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 659.2 എന്നുള്ള ആൻസറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ md x ബാർ is equal to summation I is equal to 1 to n fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഈ ന്യൂമറേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് x ബാർ എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സമ്മ് നമുക്ക് കിട്ടിയത് 659.2 ആണ്. അതിനെ ക്യാപിറ്റൽ N ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ടുള്ള 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വരുന്ന ആൻസർ 13.184 എന്ന ഇതാണ് നമ്മളെ മീൻ ഡീവിയേഷൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. പിന്നെ 2 cities shows the following prices for a particular commodity recorded over 5 weeks. City A 20, 22, 19, 22 and 23. City B 18, 12, 10, 20 and 50. Compare the consistency in prices for these 2 cities. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് നോക്കാം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓർ CV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിലധികം സെറ്റ് ഓഫ് ഡാറ്റേസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 സിറ്റീസിലത്തെ പ്രൈസസിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മെഷർ ഓഫ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇൻറ്റു 100. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലധികം കോഎഫിഷ്യന്റ് സെറ്റ് ഓഫ് ഡാറ്റയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏത് സെറ്റ് ഓഫ് ഡാറ്റയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് ചെറുത് വരുന്നത്, ആ ഡാറ്റയായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്.
കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വലുത് വന്നാൽ വേരിയേഷൻ കൂടുതലായിരിക്കും, കുറവ് വന്നാൽ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. വേരിയേഷൻ കുറവാണ്, വേരിയേഷൻ കുറവ് വരുമ്പോഴാണ് ആ ഡാറ്റയെ നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 സിറ്റീസിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം സിറ്റി എയുടെ മാത്രം ഡാറ്റ എടുക്കുന്നു, അവരുടെ അരിത്മെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലത്തെ കാര്യം സിറ്റി ബിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ വാല്യൂസിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുക. നമ്മൾ സിറ്റി എയുടെ ഡാറ്റയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിറ്റി എയുടെ വാല്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എക്സ് വാല്യൂസ് ആയിട്ട് 20, 22, 19, 22 ആൻഡ് 23 ഈ വാല്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കണം, മീൻ എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വാല്യൂസ് മാത്രമുള്ള ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi/n, ഇതൊരു റോ ഡാറ്റയാണല്ലോ, ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഐകളെ ആഡ് ചെയ്യുന്നു. സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi, എക്സ് ഐകളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 106 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. therefore എക്സ് ബാർ ഇസ് ഈക്വൽ ടു 106 ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വാല്യൂസ് ആണുള്ളത്, അപ്പോൾ ഡിവൈഡ് ബൈ 5 എന്ന് ചെയ്യുന്നു. therefore എക്സ് ബാർ ഇസ് ഈക്വൽ ടു 21.2. ഇതാണ് നമുക്ക് എക്സ് ബാർ കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi² മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കുന്നതായിരിക്കും കാൽക്കുലേഷൻ വൈസ് എളുപ്പമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സൈസ് ഇവിടെ ഉണ്ട്, നമ്മൾ എക്സൈസ് സ്ക്വയറിൻ്റെ ഒരു കോളം കൂടി എഴുതുന്നു. ഇവരുടെയൊക്കെ സ്ക്വയറുകൾ എഴുതുകയാണ്. 400, 22ന്റെ സ്ക്വയർ 484, 19ന്റെ സ്ക്വയർ 361, 22ന്റെ സ്ക്വയർ അഗൈൻ 484, 23യുടെ സ്ക്വയർ 529. അവരുടെ സം എടുക്കുന്നു. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 to n, ദാറ്റ് ഇസ് ഈക്വൽ ടു 2258. This is equal to square root of summation xi square is 2258 divided by n, that is 5, minus x bar square, that is 21.2 whole square. ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.47 എന്നാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ ആണ് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100, which is equal to 1.47 divided by x bar, which is 21.2 into 100, which is equal to 6.93. ഇതാണ് എയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടുന്നത്. ഇനി ഇതേപോലെ നമ്മൾ സിറ്റി ബിയുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സിറ്റി ബിയുടെ എക്സ് ഐകൾ തന്നിട്ടുണ്ട്, എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റി ബിയുടെ എക്സ് ബാർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, വിച്ച് ഇസ് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ, ഐ ഇസ് ഈക്വൽ ടു 1 to n അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമ്മേഷൻ എക്സ് ഐ ആണെന്ന് കാണുന്നത്. എക്സ് ഐകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 75 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ 5, which is equal to 50. ഇപ്പോൾ എക്സ് ബാർ 15 ആണ് കിട്ടിയത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്ന കോളം എഴുതുന്നു. അപ്പോൾ എല്ലാ എക്സ് ഐകളുടെയും സ്ക്വയർ, അപ്പോൾ ഇവിടെ 18ന്റെ സ്ക്വയർ 324, 12ന്റെ സ്ക്വയർ 144, 10ന്റെ സ്ക്വയർ 100, 20യുടെ സ്ക്വയർ 400, 15ന്റെ സ്ക്വയർ 225. ആൻഡ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 to n, ദറ്റ് ഈസ് ഈക്വൽ ടു ഇവരെ സം എടുക്കുമ്പം 1193 ആണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1193 ഡിവൈഡഡ് ബൈ 5 മൈനസ് 15 സ്ക്വയർ.
ഇതാണ് ചെയ്യേണ്ടത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ 3.68 എന്നുള്ള ആൻസറാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിയിട്ടുണ്ട്, എക്സ് ബാറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 വിച്ച് ഇസ് 3.68 ഡിവൈഡഡ് ബൈ എക്സ് ബാർ വിച്ച് ഇസ് 15 ഇൻറ്റു 100. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 24.5 എന്ന് പറയുന്ന ആൻസറാണ്. അപ്പോൾ നമ്മൾ എയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കിട്ടിയിരുന്നു, ദാറ്റ് ഈസ് 6.93 അല്ലേ. എയുടെ 6.93 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ബി കിട്ടിയിരിക്കുന്നത് 24.5 ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് അറിയുന്നുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ ഇസ് ലെസ്. ദാറ്റ് മീൻസ് എ ഇസ് മോർ കൺസിസ്റ്റന്റ്. സിറ്റി എ ആണ് മോർ കൺസിസ്റ്റന്റ് എ ആണ്. ഇങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്.